പ്രിയപ്പെട്ടവരെ, മാർച്ച് 6-ാം തീയതി ഞായറാഴ്ച, കർത്താവിന്റെ ദിവസം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിലെ ഏപ്രിൽ 6-ാം തീയതിയായ ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ, ഈ കുടുംബത്തെ നീ ആശീർവദിക്കണം. അവിടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. ഇപ്പോൾ ഈശോയെ മനസ്സിൽ സങ്കടം കനത്ത് കിടക്കുന്നവരുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട്. അവരെ പ്രത്യേകം മാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ട സമയമാകാം, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ട സമയമാകാം, ടെസ്റ്റിന് പോകേണ്ട സമയമാകാം, റിസൾട്ട് വരുന്ന സമയമാകാം. ഇങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സംഭവമാകാം. എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് ഭാരപ്പെടുന്നത് അവിടെ മേൽ പരിശുദ്ധ കൃപാസനത്താര ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം
നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു. നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു. നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യസ്ഥം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ജീവിത ഭാരങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങളുണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ, ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ ഇനി എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ, നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ, കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ, അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ, എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കാനുള്ള നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ് അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥാപനങ്ങൾ, അസ്വസ്ഥങ്ങൾ, എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവിൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ, നിന്നെ കേൾക്കുവാൻ, നിൻ്റെ പരിഹരിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൂതൻ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചില്ലേ രാവിലെ ഈ ഡെയിലി ബ്രെഡിൽ റബേക്കയെക്കുറിച്ച്. അപ്പോൾ ആ റബേക്കയുടെ എങ്ങനെയാണ് ഇസഹാക്കിനെ കിട്ടിയെന്നറിയാവോ? അവളുടെ മനസ്സിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ്. കാര്യം എന്ന് വെച്ചാൽ അവൾ തന്നോട് ചോദിക്കുന്ന കൂടുതൽ ഒന്നാമത്തെ ദൈവികമായ ഒരു വിളി തൻ്റെ ജീവിതത്തിലൂടെ വരണത് വിവേചിക്കാൻ അവൾക്ക് കഴിഞ്ഞു. രണ്ടാമത്തത് ആൾക്കാരെ കാണുമ്പോൾ മോന്ത കയറ്റാതെ, ചില ആൾക്കാർ അപരിചിതരെ കാണുമ്പോൾ ഉടനെ എനിക്കറിയാം അതായത് മനുഷ്യന്മാരെ കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കാണുകയോ തങ്ങളുടെ വീട്ടിലേക്ക് വേറൊരാൾ വരികയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ഓഫീസിലേക്കോ തങ്ങളുടെ ജോലി പ്രദേശത്തേക്കോ ആരും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലർ ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടു പോകും. എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രതിരോധിക്കണ കാണാം എപ്പോഴും. ഇത് അളിഞ്ഞ മോന്തയായിട്ട് കിടക്കും, വിഷമമൊക്കെ പിടിച്ച്. പക്ഷേ ഇപ്പം അതിന് വ്യത്യസ്തമാണ് കൃപയുള്ളവർ. കൃപയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റബേക്കയുടെ അടുത്തേക്ക് ഒരു വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വരികയാണ്. അവരോട് അപ്പോൾ അത് ദൈവ പദ്ധതിയായത് കാരണം ഇവൾക്കത് പെട്ടെന്ന് ക്ലിക്കാകും. ഇവളവിടെ ചെന്നിട്ട് ഇവരുമായിട്ടുള്ളൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബന്ധുക്കൾ അല്ലൊന്നുമല്ല, ആദ്യം കാണുകയാണ് അപരിചിതരാണ്, പക്ഷേ അവർ ബന്ധുക്കളെ പോലെ ഇൻട്രാക്ട് ചെയ്യണ കാണാം. എന്ന് വെച്ചാൽ അവർ ഒന്ന് റിസേർവ്ഡ് അല്ല, ദൈവ പൈതൽ റിസേർവ്ഡ് ആകല്ലേ. റിസേർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തർമുഖരുടെ ഏറ്റവും വലിയ മാനസിക രോഗമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിനെ അതിജീവിക്കണ കാണാം. അതായത് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത് ഉൽപ്പത്തി 24:17 തൊട്ടാണ്. അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. ഇവള് എബ്രാഹിം ഇങ്ങനെ ജീവിത പങ്കാൾ ഇസഹാക്കിൻ്റെ ജീവിത പങ്കാളെ അന്വേഷിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കണല്ലേ. അപ്പോൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വെള്ളം കോരണ കാണും. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് പറയണതാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അയാളെ ചെയ്യണത്, ആ കാര്യം ചെയ്യണത്. അപ്പോൾ വെച്ചാൽ ആ സ്ത്രീയോട് സംസാരിക്കണ മുമ്പ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നുണ്ടായി. പ്രാർത്ഥന ജീവിതത്തിൻ്റെ വെച്ചാൽ നമുക്ക് സന്ധ്യപ്രാർത്ഥനയും വെളുപ്പിനെഴുന്നേറ്റുള്ള പ്രാർത്ഥനയിലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഉൽപ്പത്തി 24:12 അനന്തരം അവൻ പ്രാർത്ഥിച്ചു. അനന്തരം ഈ ഭൃത്യനാണ്. അനന്തരം ഈ ഭൃത്യൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ. എന്ത് രസം കേൾക്കാൻ. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ.
എന്റെ യജമാനന്റെ മേൽ കനിയണമേ. ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക. നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ഈ ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പൈതലുകൾ പണ്ട് മുതലേ അടയാളങ്ങൾ എന്ന് പറയണത് ദൈവഹിതമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ, ഈ വിഷയം ദൈവഹിതമാണോ? ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും. ഞാൻ അവിടെ കുടിക്കാൻ ചോദിക്കും, അപ്പോൾ അവൾ പറയും നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് ഒരു എബ്രഹാത്തിൻ്റെ കാലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. എന്നെല്ലാം ദൈവഹിതത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ വെച്ചാൽ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല. നമ്മളൊക്കെ പാലിക്കണമെന്ന് ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ്. അത് ആധ്യാത്മിക ജീവിതമാണ് നിർബന്ധമൊന്നുമില്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധമാണ്. ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളവർ ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും, അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും, അങ്ങനെ കരുതലോടെ ജീവിക്കും. അപ്പോൾ അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് കോൺക്രീറ്റായിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം തെളിവുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കാലത്തും കൊടുക്കും, ഒരു സംശയമില്ല. അത് പക്ഷേ ആ സ്ത്രീ ഈ സമയത്ത് കിണറ്റിൻ്റെ കരയിൽ വരുത്തുന്നതും വെള്ളം ചോദിക്കുമ്പോൾ അവളത് കൊടുക്കണമൊക്കെ ചെയ്യുന്നതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം ആ സ്ത്രീ അങ്ങനെ ഒരു പുണ്യമുള്ള സ്ത്രീയാണ് ഈ ചോദ്യക്കൊക്കെ കൂടുതൽ കൊടുക്കണത്. ഈ ചോദ്യക്ക് കൂടുതൽ ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണത്. എന്താണ് ഈശോ പറഞ്ഞു, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് നിന്നോട് 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകാൻ പറഞ്ഞില്ലേ? ഇപ്പം ഒരു മനുഷ്യ അത് വെച്ചാൽ അപ്പോൾ ആ വചനങ്ങൾക്കും മനസ്ഥിതികൾക്കൊന്നും മാറ്റമില്ല. ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നാളെ 2 നേരം ഇന്ന് കഴിക്കാനുള്ളത് നോൻപെടുത്തിട്ട് നാളെ അതുകൂടി കഴിക്കണ പാർട്ടിയില്ലേ? അത് ജഡികനാണ് ശരിക്കും. പണ്ടത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയാൻ പറഞ്ഞ കാലങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച വരെ മനുഷ്യൻ കാശ് വേണ്ടി ചുട്ടു തിന്ന് യൂതന്മാരുടെ കണ്ണും പൊട്ടിച്ച് 2 ഏമ്പൊക്കെ വിട്ട് കുരിശിന് വഴിക്ക് പോയിരുന്ന അങ്ങനെ വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് മനുഷ്യൻ പാലിക്കുന്നവർ അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ദൈവവചനത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണത്. അപ്പം ഇവളോട് വെള്ളമാണ് ചോദിക്കണത്. വായിച്ചുള്ളത് അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കൊടുക്കാം. ഹൃദയവും എന്ത് മനോഹരവും മധുരവുമാണ് ഇത് കേൾക്കാൻ. ഇതുപോലെ ഒരു മനസ്സ് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാക്കി നമ്മൾ മാറ്റുന്നതാണ്. അത് സ്വായത്തമാക്കാനും ആർജിക്കാനും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മൾ ഒരിക്കലും വിട്ടുപിരിയത്തില്ല.